ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയക്കാരന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത സഹിഷ്ണുതയാണ്. സമൂഹത്തിന്റെ വിവിധ തട്ടുകളിലുള്ള മനുഷ്യരോട്, അവർ ക്രിമിനലുകളോ സാധാരണക്കാരോ ആവട്ടെ, ഇടപെടുമ്പോൾ അങ്ങേയറ്റത്തെ വിനയവും എളിമയും പ്രകടിപ്പിക്കാൻ ഒരു ജനപ്രതിനിധി ബാധ്യസ്ഥനാണ്. എന്നാൽ കേരളത്തിൽ ഇന്ന് നാം കാണുന്നത് നികുതി പണമെടുത്ത് കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു വ്യാജ പ്രതിച്ഛായയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും മറച്ചുവെച്ച് അദ്ദേഹത്തെ ഒരു സൗമ്യരൂപിയായി അവതരിപ്പിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് പബ്ലിസിറ്റി സ്റ്റണ്ടുകൾക്കായി ചെലവഴിക്കുന്നത്. PR ഏജൻസികൾ കെട്ടിപ്പടുക്കുന്ന ഈ ഇമേജ് ലാൻഡറിംഗ് അപ്രതീക്ഷിത നിമിഷങ്ങളിൽ തകർന്നു പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഉമ്മൻചാണ്ടിയെ പോലുള്ള മുൻഗാമികൾ ഉയർത്തിപ്പിടിച്ച സ്വാഭാവിക രാഷ്ട്രീയ വിനയം എങ്ങനെയാണ് പിണറായിയുടെ കൃത്രിമമായ PR ബിൽഡപ്പിൽ നിന്ന് വ്യത്യസ്തമാവുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേരളം കണ്ട രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ശൈലികളെ ഇങ്ങനെ താരതമ്യം ചെയ്യാം. ജനകീയതയുടെയും സഹിഷ്ണുതയുടെയും പര്യായമായ ഉമ്മൻചാണ്ടി. പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞ് തെറ്റിപ്പൊട്ടിയപ്പോൾ അവരോട് ക്ഷമിച്ച നേതാവ്. തൻ്റെ കസേരയിൽ വന്നിരിക്കുന്ന മാനസിക രോഗിയോട് പോലും വിനയത്തോടെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതികഠിനമായ രോഷമുണ്ടാകുന്ന നിമിഷങ്ങളിൽ പോലും കഷ്ടം എന്ന ഒരു വാക്കിൽ അദ്ദേഹത്തിന്റെ വികാരമൊതുക്കി. എന്നാൽ മറ്റേ അറ്റത്ത് പിണറായി വിജയനാകട്ടെ അഹങ്കാരത്തിന്റെയും താൻ പോരിമയുടെയും പ്രതീകം. താൻ രാജാവാണെന്നും ബാക്കിയുള്ളവർ വെറും കീടങ്ങളാണെന്നുള്ള മനോഭാവമാണ് ഇദ്ദേഹത്തിന്. ഇതിന് നിരവധി തെളിവുകളുണ്ട്. സംസാരിക്കുമ്പോൾ മൈക്കിന് ശബ്ദം കുറഞ്ഞാൽ അത് വലിച്ചു പൊട്ടിക്കുന്ന രോഷം. മൈക്കിന് ഒരു മൂളിച്ച കേട്ടാൽ മൈക്കിനെതിരെ കേസെടുക്കാൻ ഉത്തരവിടുന്ന ഏകാധിപത്യ സ്വഭാവം. പ്രസംഗത്തിനിടെ ചെണ്ടമുഴക്കം കേട്ടപ്പോൾ അമർഷത്തോടെ പ്രസംഗം നിർത്തിവെച്ച് ഡ്രമ്മറോട് ദേഷ്യപ്പെട്ട സംഭവം. സെൽഫി എടുക്കാൻ വന്ന സ്ത്രീയായ പാർട്ടി പ്രവർത്തകനെ ആട്ടിയകറ്റിയ പരുക്കൻ രീതി. പ്രസംഗത്തിന് ശേഷം നന്ദി പറഞ്ഞ വനിതാ അവതാരകയോട് അമ്മാതിരി കമന്റൊന്നും വേണ്ട എന്ന് പരസ്യമായി അധിക്ഷേപിച്ച ധാർഷ്ട്യം. നീലപാത്രത്തിൽ വീണ നീലക്കുറുക്കൻ രാജാവായി ചമഞ്ഞെങ്കിലും നിലാവ് കണ്ടപ്പോൾ സ്വാഭാവികമായി കൂവിപ്പോയതുപോലെയാണ് പിണറായി വിജയന്റെ കാര്യമെന്ന് ഒരു യൂട്യൂബർ പറയുന്നത് കേട്ടു. PR ഏജൻസികൾ എത്ര മിനുക്കിയെടുത്താലും അദ്ദേഹത്തിന്റെ സഹജമായ സ്വഭാവം ഓരോ നിമിഷവും പുറത്തു ചാടുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയെ വെളുപ്പിച്ചെടുക്കാൻ ഖജനാവിലെ പണമെടുത്ത് നടത്തിയ ശ്രമങ്ങൾ പരിഹാസ്യമായി മാറുകയാണ്. നടൻ മോഹൻലാലിനെ കൊണ്ട് സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിപ്പിച്ചു പിണറായിയെ ഒരു വിശാല മനസ്കനായി അവതരിപ്പിക്കാൻ നോക്കിയെങ്കിലും അതേസമയം തന്നെ അരങ്ങേറിയ മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിനു പിടിക്കൽ നാടകത്തോടെ ആ PR ബിൽഡപ്പ് തകർന്നു. ഏഷ്യാനെറ്റിലെ പ്രമോദ് രാമന്റെ അഭിമുഖത്തിൽ ശബരിമല വിഷയത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥിനെ വിളിച്ചത് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അസ്വസ്ഥനായതും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയതും നാം കണ്ടു. കടക്കുപുറത്ത് എന്ന വിവാദത്തെ മറികടക്കാൻ സുജിത് ഭക്തനെ പോലെയുള്ള വ്ളോഗർമാരെ ഉപയോഗിച്ച് കേറിവാടാ മക്കളെ എന്ന ക്യാമ്പയിൻ നടത്തിയെങ്കിലും ജനങ്ങൾക്കിടയിൽ അത് വിലപ്പോയില്ല. പണം വാങ്ങി അഭിമുഖം നടത്തുന്ന മാധ്യമങ്ങൾക്കും ഈ ധാർഷ്ട്യം മറച്ചു പിടിക്കാനാവുന്നില്ല. കോന്നിയിലെ പൊതുസമ്മേളനത്തിൽ നാടിന്റെ ആവശ്യത്തെക്കുറിച്ച് ചോദിച്ച പ്രവർത്തകനോട് അതൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങൾ നോട്ട് നൽകി വിജയിപ്പിച്ച ഒരു ജനപ്രതിനിധി അവരുടെ സേവകനാണെന്ന ബോധത്തിന് പകരം താനൊരു രാജാവാണ് എന്ന മനോഭാവത്തോടെയാണ് ഇവിടെ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഈ വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാൽ, നിയമസഭയിൽ മാത്തി കുഴൽനാടൻ്റെ മകളുടെ ബിസിനസ്സിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ വീട്ടിലിരിക്കുന്നവരെ പറ്റി പറയരുത് എന്ന് പറഞ്ഞ് ക്ഷുഭിതനായി. കോന്നിയിൽ സാധാരണക്കാരനായ ആൾ ചോദിച്ചപ്പോൾ വീട്ടിൽ പോയി ചോദിക്കടാ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. പിണറായി വിജയന്റെ നിഘണ്ടുവിൽ നികൃഷ്ടജീവി, പരനാറി, കുലംകുത്തി തുടങ്ങിയ പ്രയോഗങ്ങൾ കേരളം കേട്ടതാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുതിർന്ന നേതാവായ G. സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചത്. ഈ പ്രയോഗത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ വശങ്ങൾ പരിശോധിച്ചാൽ അതീവ ഗുരുതരമാണ്. അടിയാളന്മാരുടെയോ കുടിയാന്മാരുടെയോ വീടുകളെ അല്ലെങ്കിൽ ചെറ്റക്കുടിലുകളെ സൂചിപ്പിക്കുന്ന പദമാണിത്. ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് സംസ്കാരമില്ല എന്ന വരേണ്യ മനോഭാവത്തിൽ നിന്നാണ് ചെറ്റത്തരം എന്ന അധിക്ഷേപം ഉണ്ടാകുന്നത്. അധ്വാനിക്കുന്ന വർഗത്തിന്റെ നേതാവെന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഇത്രയും ജാതീയമായ വരേണ്യമായ വാക്കുപയോഗിക്കുന്നത് അങ്ങേയറ്റം അനൗചിത്യമാണ്. കൂടാതെ 70 വയസ്സായപ്പോൾ G. സുധാകരനെ പ്രായത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയ പിണറായി 80 വയസ്സായിട്ടും അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഇതേ ശൈലി മറ്റ് CPM നേതാക്കളിലേക്കും പടരുന്നു. സ്ഥാനാർത്ഥിയായ രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിളിച്ച തോമസ് ഐസക്കിന്റെ നടപടി രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഒരു കലാകാരന്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ ആക്ഷേപിക്കുന്നത് സ്റ്റാൻഡപ്പ് കോമഡി പോലുള്ള കലാരൂപങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ പുച്ഛമാണ് കാണിക്കുന്നത്. എന്നാൽ തോമസ് ഐസക്കിന് ഇല്ലാതെ പോയ വിവേകം പിഷാരടിയുടെ ക്രിയാത്മകമായ മറുപടിയിൽ നാം കണ്ടു. വിവേകമുള്ള ഒരു കലാകാരന് മുന്നിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയ നേതാവ് വെറും കോമാളിയായി മാറുന്ന കാഴ്ചയായിരുന്നു അത്. മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യത്തെ വെള്ളപൂശാൻ സൈബർ വിങ്ങുകൾ പുതിയ അമൽരാജ് കാപ്സ്യൂളുകൾ ഇറക്കുന്നുണ്ട്. കോന്നിയിലെ അധിക്ഷേപത്തെ കണ്ണൂർ ശൈലിയിലുള്ള സ്നേഹപ്രകടനം എന്നും
കരുതൽ എന്നും വ്യാഖ്യാനിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ ഇത്തരം PR പുട്ടുകൾ കൊണ്ടൊന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാവില്ല. ജനങ്ങളുടെ വോട്ടും നികുതിപ്പണവും വാങ്ങി ഭരിക്കുന്നവർക്ക് അവരോട് വിനയമുണ്ടാകണം, ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് വീട്ടിൽ പോയി ചോദിക്കടാ എന്ന നിലപാടാണ് തുടരുന്നതെങ്കിൽ നാളെ വോട്ട് ചോദിച്ച് ചെല്ലുന്ന നേതാക്കളോട് ജനവും ഇതേ രീതിയിൽ പ്രതികരിക്കും. ഒരു ഭരണാധികാരിക്ക് വേണ്ടത് കോടികൾ മുടക്കിയുള്ള പ്രതിച്ഛായയല്ല, ജനങ്ങളോടുള്ള കരുതലും ജനാധിപത്യ മര്യാദയുമാണ്. ജനങ്ങളുടെ കോടതിയിൽ ഇത്തരം അഹങ്കാരങ്ങൾക്കുള്ള മറുപടി വോട്ടുകളിലൂടെ അവർ നൽകുക തന്നെ ചെയ്യും.